ഞാൻ ഇത് രാഷ്ട്രീയ ചർച്ചയിൽ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ ചൈനീസ് അതിർത്തിയിൽ ഞാൻ ലഡാക്കിൽ കാരക്കോറം, DBO, ട്രാക്ക് ജംഗ്ഷൻ, മാർസിമിക്ല, ചുഷൂൽ, സക്കാല, ന്യൂമ, ചുമാർ, ഫുക്ചെ എന്നുള്ള എല്ലാ സ്ഥലത്തും ഞാൻ ഇരുന്നിട്ടുണ്ട്. 1988-90 വരെ അതിർത്തിയിലുള്ള ഓരോ സ്ഥലവും എനിക്ക് തിട്ടപ്പുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. ഞാൻ പലരും ഇത് പറയാറുണ്ട്, 2000 പോയി, 100 കിലോമീറ്റർ പോയി. എന്നെ ആരെങ്കിലും 1 കിലോമീറ്റർ പോയ സ്ഥലം കാണിക്കാനായിട്ട് ഞാനിത് ഈ ചർച്ചയിൽ വെല്ലുവിളിക്കുന്നു. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല, ഇത് ഒരു സൈനികന്റെ ഒരു വെല്ലുവിളിയാണ്. ആരെങ്കിലും എന്നെ എവിടെയാണ് ആ 1 കിലോമീറ്റർ എങ്കിലും പോയിട്ടുള്ളതെന്ന് കാണിക്കാമെങ്കിൽ ഞാൻ അന്ന് അദ്ദേഹത്തെ പബ്ലിക്കായിട്ട് ഇതിന് മാപ്പ് ചോദിക്കാം. രണ്ടാമത്തത്, നമ്മൾ വീണ്ടും പഴയ വിഷയത്തിലേക്ക് ഒന്ന് കടക്കണം. അതായത് നമ്മളുടെ ട്രംപിന്റെ വിഷയത്തിലേക്ക്. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ എന്തിനാണ് ട്രംപ് പറയുന്നതിന് പ്രതികരിക്കേണ്ടതല്ല. ഇനി നമ്മളും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം. ഇപ്പൊ ട്രംപ് എല്ലാ ദിവസവും ഓരോ കടലാസ് പുലികളെയാണ് വിടുന്നത്. അതിന് നമ്മൾ ഗവനിക്കേണ്ടതില്ല. ട്രംപ് എന്ന പുലിക്ക് ഒരു മർമ്മമുണ്ട്. ഏതൊരു ദുര്യോധനനും ട്രംപ് വാത് കളിക്കുകയാണ്. ട്രംപിന്റെ ബിസിനസ് ഏതൊക്കെയാണ്? ട്രംപിന്റെ ബിസിനസ് ആണ് ട്രംപ് ടവേഴ്സ്, അതായത് റിയൽ എസ്റ്റേറ്റിൽ ഇന്ത്യയുടെ പോളിസി 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഓക്കെ ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 1 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഇരട്ടത്താപ്പെ നിയോ അമേരിക്ക എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അത് ഇരട്ടത്താപ്പെ നിയോ ഡൊണാൾഡ് ട്രംപ് അങ്ങനെയാക്കി മാറ്റണോ അല്ലേ? അമേരിക്കയെ നമ്മൾ ഇൻ ജനറൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമേരിക്കയെയും ട്രംപിനെയും വേർതിരിച്ച് കാണാനാവുമോ? അതൊരു ന്യായമായ ചോദ്യം തന്നെയാണ്. ഇരട്ടത്താപ്പിൻ്റെ പേരാണ്, പര്യായമാണ് ഡൊണാൾഡ് ട്രംപ്. അത് ടിപ്പിക്കൽ ബിസിനസ് ഇരട്ടത്താപ്പ് തന്നെയാണ്. അതേസമയം അമേരിക്കയുടെ ഒരു ലാർജർ ഇൻട്രസ്റ്റ് അത് ഇപ്പോഴും റെലവൻ്റ് ആയതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ഭരണ നേതൃത്വമോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ നേതൃത്വത്തെ വിമർശിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ലാർജർ ഇൻട്രസ്റ്റ് ഉണ്ട്. അമേരിക്കയുടെ ഒരു വ്യാപാര സംഘം 6ാം റൗണ്ട് ചർച്ചയ്ക്ക് വേണ്ടി ഈ മാസം 24-ാം തീയതി ന്യൂഡൽഹിയിലെത്തുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷകളുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു നെഞ്ചത്തടിച്ചുകൊണ്ട് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അമേരിക്കയെ കട്ടയ്ക്ക് എതിർക്കുക എന്നുള്ളതല്ല. പരമാവധി രാജ്യ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ഡീലിലേക്ക് എത്താനാവുമോ എന്നാണ്. പക്ഷേ അത് പഞ്ചപുച്ഛമടക്കിക്കൊണ്ടാവില്ല എന്നതിൻ്റെ സൂചനയാണ്. കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ പ്രസ്താവനകളിലൂടെ പുറത്തുവിട്ടത് ഇന്ത്യയുടെ മനസ്സ് കീഴടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സല്ല. അതുകൊണ്ടൊരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ ചർച്ചകൾ നടക്കും, അത് ഫലപ്രാപ്തിയിലെത്തും. അതുകൊണ്ട് റഷ്യയുമായിട്ട് ബന്ധമൊക്കെ ഉപേക്ഷിക്കണമെന്ന നിബന്ധനകൾ വെച്ചാൽ നിബന്ധനകളോടുകൂടിയുള്ള ഒരു ട്രേഡ് ഡീല് നമ്മൾ ഒപ്പിടാൻ തയ്യാറാവില്ല. അതേസമയം സമഭാവനയോടുകൂടിയുള്ള ഒരു ഡീൽ ഒപ്പിടാൻ തയ്യാറാകും. ഇന്ത്യ ഈസ് കീപ്പിംഗ് ഓൾ ഓപ്ഷൻസ് ഓപ്പൺ. അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ആവോളം കാട്ടുന്നുണ്ട് എന്നത് ശുഭോദർക്കമായ കാര്യവുമാണ്. യെസ്, വെരി ക്ലിയർ, എല്ലാം വ്യക്തമായിരിക്കുന്നു. ഒരേ സമയം തല്ലിയും തലോടിയും ഇരട്ടത്താപ്പിൻ്റെ തമ്പുരാൻ പട്ടവുമായി വാഴുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വിടുവായത്തങ്ങൾ തള്ളിക്കളയുക.